അപ്പോൾ എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ നേരട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഓണാശംസകൾ. ഓണവുമായി ബന്ധപ്പെട്ട കാര്യമാണ് പ്രധാനമായും പറയാനുള്ളത്. നമ്മുടെ ഓണാഘോഷം മലയാളികൾ എല്ലാവരും ആഘോഷിക്കുന്ന ഒന്നാണ്. പക്ഷേ ഇത്തവണയുള്ള പ്രധാന പ്രശ്നം വല്ലാത്ത ആശങ്ക വിലക്കയറ്റം ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. നിത്യോപയോഗ സാധനങ്ങൾക്ക് പൊള്ളുന്ന വിലയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. സാധാരണ ഓണക്കാലമാകുമ്പോൾ ഓണം അടുത്ത് വരുമ്പോഴേക്ക് തന്നെ ഫലപ്രദമായ നടപടികൾ വില പിടിച്ചു നിർത്തുന്നതിന് സർക്കാർ സ്വീകരിക്കാറുണ്ട്. പക്ഷേ ഫലപ്രദമായൊരു നടപടിയും സ്വീകരിച്ചതായി കാണുന്നില്ല. അരി, പഞ്ചസാര, പച്ചക്കറി, വെളിച്ചെണ്ണ, പഴവർഗ്ഗങ്ങൾ ഇങ്ങനെയുള്ള നിത്യോപയോഗ സാധനങ്ങൾക്കാകെ വില അനുദിനം വർദ്ധിക്കുന്ന രീതിയാണ്. കിലോയിന് 15 രൂപയിലേറെ വർധനയുണ്ടായിട്ടുണ്ട്. പച്ചക്കറിക്കും പഴങ്ങൾക്കെല്ലാം ദിനം പ്രതി വില വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ കാലത്ത് വിപണി ഇടപെടലിന് പ്രത്യേക സംവിധാനങ്ങളുണ്ടായിരുന്നു. നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട നടപടികൾ തയ്യാറാക്കിയിരുന്നു. എല്ലാവർക്കും അറിയാം, 2016 മുതൽ 13 നിത്യോപയോഗ സാധനങ്ങൾക്ക് സപ്ലൈകോ വിൽപ്പനശാലകളിൽ വില വർദ്ധിപ്പിച്ചില്ല. 10ാം വർഷം അവസാനമാണ് സബ്സിഡി നിരക്കിൽ നാമമാത്രമായ വർധനവ് വരുത്തിയത്. അരിയും പലവ്യഞ്ജനങ്ങളുമൊക്കെ നല്ല തോതിൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. അവിടെ പോയി ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ നിന്ന് നേരിട്ട് സംഭരിക്കുന്ന നിലയാണ് നാം സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഇത്തരം പദ്ധതികൾ വിജയകരമായി നടപ്പാക്കാനായി. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടെ ഭരണമാറ്റം സംഭവിച്ചു. ഇപ്പോൾ സപ്ലൈകോ, റേഷൻ കട ഇവ വഴിയുള്ള വിപണി ഇടപെടൽ തന്നെ താളം തെറ്റിയിരിക്കുകയാണ്. റേഷൻ കടകൾ വഴി ഇതര വിഭാഗങ്ങൾക്ക്, മുൻഗണനാ ഇതര വിഭാഗങ്ങൾക്ക് നൽകിയിരുന്ന സ്പെഷ്യൽ അരിയുടെ വില നേരത്തെ 10 രൂപ 90 പൈസയായിരുന്നുവെങ്കിൽ 26 രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. മാത്രമല്ല അളവും വെട്ടിക്കുറച്ചിരിക്കുന്നു. ഗുണനിലവാരം കുറഞ്ഞ അരിയാണ് നൽകുന്നതെന്ന പരാതിയും അതോടൊപ്പമുണ്ട്. പൊതുവിപണിയിലാണെങ്കിൽ അരിവില വലിയ തോതിൽ വർദ്ധിക്കുക. ഇതോടൊപ്പം തന്നെ നേരത്തെ ചെയ്തിരുന്നത് ഹോർട്ടികോർപ്പ് വഴി പച്ചക്കറി സംഭരിക്കും. അത് വിതരണം ചെയ്യുന്നത് വലിയ ആശ്വാസമായിരുന്നു. അതിപ്പോൾ നിലച്ചു.
അത് വില പിടിച്ചു നിർത്തുന്നതിന് ഒരു സംവിധാനം സർക്കാർ കാര്യക്ഷമമായി എന്ന പ്രതീക്ഷയാണ് ആളുകൾക്ക് ഉണ്ടായിരുന്നത്. അതും ഇപ്പോൾ തെറ്റിയിരിക്കുകയാണ്. മുൻഗണനാ വിഭാഗങ്ങൾക്ക് ക്ഷേമസ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്ക് നൽകി വരുന്ന സൗജന്യ ഓണക്കിറ്റ് വിതരണം അതും താളം തെറ്റി. 6 ലക്ഷത്തിലേറെ കിറ്റുകളാണ് സംസ്ഥാനത്ത് ഇങ്ങനെ വിതരണം ചെയ്തിരുന്നത്. അവിടെ ഇപ്പോൾ കേൾക്കുന്നത് 1,50,000 പരം മാത്രമാണ് ഇതുവരെ നൽകിയത് എന്നാണ്. അപ്പോൾ ഇത്തവണ ഇത് ഗണ്യമായി കുറക്കുവാൻ രഹസ്യ നീക്കം നടക്കുന്നുവെന്നാണ് പറയുന്നത്. കഴിഞ്ഞ വർഷം വരെ ഓണത്തിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഓണക്കിറ്റ് വിതരണം ചെയ്ത് പൂർത്തിയാകുമായിരുന്നു. അത് നമ്മുടെ ഗുണഭോക്താക്കളുടെ അനുഭവത്തിലുള്ള കാര്യമാണ്. റേഷൻ കട വഴി നൽകുന്ന അരി, അതിൽ സ്പെഷ്യൽ അരി പലയിടത്തും എത്തിയില്ല എന്ന പരാതിയും നിലനിൽക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി നൽകിയിരുന്ന ആനുകൂല്യം 16 ലക്ഷം വീട്ടമ്മമാർക്കാണ് ലഭിച്ചിരുന്നത്. അതിനിയും വർദ്ധിക്കുന്നതാണ്. പക്ഷേ ആ സ്ത്രീ സുരക്ഷാ പെൻഷൻ നിർത്തലാക്കിയതോടെ 16 ലക്ഷം പേർക്ക് കിട്ടിയത് കിട്ടാതായി. പുറമെ അപേക്ഷിക്കേണ്ടവർക്ക് അപേക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയും വന്നു. സ്കൂൾ കുട്ടികൾക്ക് 5 കിലോ അരി ഓണക്കാലത്ത് നൽകാറുണ്ടായിരുന്നു. ഇത് 4 ആക്കി കുറച്ചു. അത് വിതരണവും മുടങ്ങി. ഇന്നലെ ഓണാവധി ആരംഭിച്ചു, സ്കൂളുകൾ അടച്ചു. പക്ഷേ അരി നൽകുന്നതിനായിട്ടില്ല. അതേപോലെ തന്നെ പട്ടികവർഗ വിഭാഗങ്ങളിൽ 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഓണം സമ്മാനമായി 1000 രൂപ നൽകുന്ന പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതിയും അട്ടിമറിക്കപ്പെട്ടു. ഇപ്പോൾ പറയുന്നത് 1000 രൂപക്ക് പകരം മുണ്ട് നൽകുമെന്നാണ്. ഗുണഭോക്താക്കൾക്ക് 1000 രൂപ ഓണക്കാലത്ത് നേരിട്ട് കയ്യിൽ ലഭിക്കുന്നതിന് പകരം മുണ്ട് നൽകുന്നതിൻ്റെ യുക്തി ആർക്കും മനസ്സിലാകുന്ന കാര്യമല്ല. അതേപോലെ തന്നെ ക്ഷേമ പെൻഷൻ ഓണത്തിന് മുൻപ് ലഭിക്കുമോ എന്നതിനും ഉറപ്പുണ്ടായിട്ടില്ല. ഏതായാലും ഓണത്തിന് അധിക ദിവസമില്ല. ഈ ഘട്ടത്തിലെങ്കിലും സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ ദിവസങ്ങൾ കൊണ്ട് വന്ന കുറവുകൾ പരിഹരിക്കുന്നതിനുള്ള ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. പൊതുവിതരണ ശൃംഖല വഴിയും സഹകരണ സ്ഥാപനങ്ങളെ ചുമതലപ്പെടുത്തിയും വിപണിയിൽ കാര്യക്ഷമമായി ഇടപെട്ട് നിത്യോപയോഗ സാധനങ്ങൾ ന്യായവിലക്ക് വിതരണം ചെയ്യുന്ന അവസ്ഥയുണ്ടാവും. അല്ലലില്ലാതെ ഓണം ആഘോഷിക്കാൻ
സർക്കാർ ഇത്തരം നടപടികൾ സ്വീകരിച്ച് വഴിയൊരുക്കേണ്ടതായിട്ടുണ്ട്. ഇതോടൊപ്പം മറ്റൊരു പ്രശ്നം, നമ്മുടെ കേരളത്തിൽ പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് 3 മാസം കൊണ്ട് ധനസ്ഥിതി മാറ്റി കാണിച്ചു തരും എന്നായിരുന്നു നേരത്തെ മുഖ്യമന്ത്രി നൽകിയിരുന്ന അവകാശവാദം. ഇപ്പോൾ എന്താണ് സ്ഥിതി? 2026-27 വർഷം നമ്മുടെ സംസ്ഥാനത്ത് ആദ്യത്തെ 9 മാസത്തേക്ക് കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്ന വായ്പാ പരിധി 32,484 കോടി രൂപയാണ് ആദ്യത്തെ 9 മാസം. അപ്പോൾ 3 മാസമാണ് ഇപ്പോൾ പിന്നിട്ടത്. 32,484 കോടിയിൽ 30,462 കോടി രൂപയും ഈ 3 മാസത്തിനുള്ളിൽ എടുത്തു കഴിഞ്ഞു. ശരാശരി പ്രതിമാസം 3,000 കോടി രൂപയുടെ മുകളിലാണ് കടമെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള മാസം അവശേഷിക്കുന്ന വായ്പാ പരിധി 2,022 കോടി രൂപ മാത്രമാണ്. ഇത് സംസ്ഥാനത്തെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിനിടയാക്കുമെന്ന് സർക്കാർ കാണേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് പഴയ കാര്യങ്ങളൊന്ന് ചെറുങ്ങനെ ഓർമ്മിച്ചാൽ LDF സർക്കാരിനെതിരെ വലിയ തോതിൽ കടം വാങ്ങുന്നതിനെതിരെയുള്ള ആരോപണങ്ങളായിരുന്നു ഉന്നയിക്കപ്പെട്ടിരുന്നത്. അപ്പോൾ അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ പിൻവലിക്കുന്നു എന്നെങ്കിലും പറയാനുള്ള സാമാന്യ മര്യാദ സർക്കാരും മുഖ്യമന്ത്രിയും കാണിക്കേണ്ടതായിട്ടുണ്ട്.